നടുവിൽ നിന്നും കാലിലേക്ക് വ്യാപിക്കുന്ന വേദനയാണ് സയാറ്റിക്ക. ആയുർവേദത്തിൽ ഗൃദ്രസി എന്നും പറയുന്നു. ശരീരത്തിലെ തന്നെ ഏറ്റവും വലിയ നെർവ് അഥവാ നാഡിയാണ് സയാറ്റിക് നെർവ്. ഈ നാഡിക്ക് സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാണ് സയാറ്റിക്കയായി മാറുന്നത്. എങ്ങനെയാണ് ഈ നാഡിക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നതെന്ന് നോക്കാം. നട്ടെല്ലിൽ സംഭവിക്കുന്ന ഡിസ്ക് ഹെർണിയേഷൻ അഥവാ ഡിസ്ക് തള്ളൽ, ഡിസ്ക് റപ്ചർ അഥവാ ഡിസ്കിലുണ്ടാകുന്ന വിള്ളലുകൾ, നാഡിയിലുണ്ടാകുന്ന പരുക്ക് അല്ലെങ്കിൽ അണുബാധ, സ്പോണ്ടൈലോസിസ് അഥവാ തേയ്മാനം, സ്പോണ്ടൈലോലിസ്തസിസ് അഥവാ നട്ടെല്ല് തെന്നിപ്പോകുന്ന അവസ്ഥ, ജോയിന്റ് ഡിസ്ഫങ്ഷൻ അഥവാ നടുവെട്ടൽ, ശരീരത്തിലെ അമിതമായ ഭാരം മൂലം അമിതഭാരം എടുക്കുന്നവർ, അതുപോലെ ദീർഘദൂരം വാഹനം ഓടിക്കേണ്ടി വരുന്നവർ, ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, പ്രമേഹ രോഗികൾ, ഗർഭിണികൾ, ജിമ്മിൽ ശരിയായ നിർദ്ദേശമില്ലാതെ അമിതമായ ഭാരമെടുക്കുന്നവർ, അതുപോലെ മേശിനിമാർ, കൽപ്പണിക്കാർ തുടങ്ങിയവരും നട്ടെല്ല് വളച്ചു ജോലി ചെയ്യുന്നവരാണ്. ഇവരെല്ലാം സയാറ്റിക്ക ഉണ്ടാകുന്നു. ഇനി ലക്ഷണങ്ങൾ നോക്കാം. നട്ടെല്ലിൻ്റെ പിൻഭാഗത്ത് നിന്ന് കാലിലേക്ക് വ്യാപിക്കുന്ന വേദന, ചെറിയ തോത് മുതൽ തീവ്രമായതോ നീറ്റലോട് കൂടിയതോ തുളച്ചു കയറുന്നതോ പോലെയുള്ള വേദന, ചിലപ്പോൾ വൈദ്യുതാഘാതമേറ്റതുപോലുള്ള വേദനയും അനുഭവപ്പെട്ടേക്കാം. ചിലരിൽ വേദനയ്ക്ക് പകരം പെരുപ്പ് പോലെയോ പുകച്ചിലോ പേശികൾക്ക് ശക്തിക്ഷയം സംഭവിച്ചതുപോലെയോ അനുഭവപ്പെടാം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കുനിഞ്ഞ് എന്തെങ്കിലും ഭാരമെടുക്കുമ്പോഴും ഉണ്ടാകുന്ന വേദന, എഴുന്നേറ്റ് നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, ചില പൊസിഷനിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ഇതൊക്കെയാണ് ചില ലക്ഷണങ്ങൾ. ഇനി ഇഞ്ചക്ഷനും സർജറിയും ഇല്ലാതെ സയാറ്റിക്ക എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. സഹചരാതി തൈലം കുളിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ചൂടാക്കി വേദന ഉള്ള ഭാഗത്ത് പുരട്ടുക. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇനി കരിനൊച്ചി സ്വരസം കൊണ്ടുള്ള പ്രയോഗമാണ്. 15 മുതൽ 20 വരെ കരിനൊച്ചി ഇലകൾ എടുക്കുക. ഇത് ഇടിച്ച് പിഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ നീരെടുക്കുക. ഇത് 1/2 ഗ്ലാസ് ഇളം ചൂടുപാലുമായി ചേർത്ത് 21 ദിവസം തുടർച്ചയായി രാത്രി കിടക്കുന്നതിന് മുൻപ് കഴിക്കുക. ഇതുപോലെ വെളുത്തുള്ളി പാൽ കഷായം ആഴ്ചയിൽ 3-4 പ്രാവശ്യം കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അമിതഭാരമുള്ളവർ ഭാരം കുറയ്ക്കാനായി ശ്രമിക്കണം. ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചെരിഞ്ഞ് എഴുന്നേൽക്കാനായി ശ്രമിക്കണം. അമിതഭാരം എടുക്കാൻ പാടില്ല. വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേണം എടുക്കാൻ. കിടക്കാനുള്ള ബെഡ് അധികം കഠിനമായത് തിരഞ്ഞെടുക്കാതിരിക്കുക. കിടക്കുമ്പോൾ നിവർന്ന് കാല് സ്ട്രെയിറ്റായി വെച്ച് കിടക്കരുത്. അങ്ങനെ കിടന്നാൽ തന്നെ മുട്ടിൻ്റെ അടിയിൽ തലയണ വെച്ച് വേണം കിടക്കാൻ. കിടക്കാൻ ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറയുമ്പോൾ വേദന ഇല്ലാത്ത സൈഡിലേക്ക് ചരിഞ്ഞ് മുട്ട് മടക്കി ആ മുട്ട് ശരീരത്തോട് ചേർത്ത് വെച്ച് വേണം കിടക്കാൻ. ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഒരുപാട് നേരം ഇരിക്കാതെ ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കാം. അതിനുശേഷം ജോലി തുടരാം. അതുപോലെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കൊക്കെ നടക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്യാം. മസിൽസിനെ റിലാക്സ് ചെയ്യാനായി ഡെയിലി 6 കിലോമീറ്റർ വരെ നടക്കുന്നത് നല്ലതാണ്. നന്നായി വെള്ളം കുടിക്കുകയും വേണം. യോഗാസനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ വേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കും. അർദ്ധമച്ചീന്ദ്രാസനം, ഇതിന് ഇംഗ്ലീഷിൽ ഹാഫ് സ്പൈനൽ ട്വിസ്റ്റ് എന്ന് പറയും. ചെയ്യേണ്ട വിധം: തുട തറയിൽ പതുങ്ങിയിരിക്കത്തക്കവണ്ണം വലതുകാൽ മടക്കി ഇടത്തെ തുടയുടെ അടിവശത്ത് പാദം പതുങ്ങിയിരിക്കത്തക്കവണ്ണം വയ്ക്കുക. ഇടതുകാൽ മടക്കി വലതു തുടയുടെ പുറത്തും ഇടതുകാൽ പാദം നിലത്തും പതിച്ച് വയ്ക്കുക. വലതുകൈ ഇടതുകാലിന് പുറത്തുകൂടി എടുത്ത് ഇടതുകാൽ പാദത്തിൽ പിടിക്കുക. ഇടതുകൈ പുറകിൽ പതിച്ച് വയ്ക്കുക. നട്ടെല്ല് നിവർന്നിരിക്കുകയും വേണം. ഇനി സാവധാനം ശ്വാസം എടുത്തുകൊണ്ടും ശ്വാസം വിട്ടുകൊണ്ടും ശരീരം മുഴുവനും ഇടത്തേക്ക് തിരിച്ച് പുറകിലേക്ക് നോക്കുകയും ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യുക. ഇത് 5 തവണ കൂടി ആവർത്തിക്കാം. ഇതുപോലെ തന്നെ മറുഭാഗത്തും ഇങ്ങനെ തന്നെ ചെയ്യുക. ബാലാസനം, ഇതിന് ഇംഗ്ലീഷിൽ ചൈൽഡ് പോസ് എന്നും പറയും. ചെയ്യേണ്ട വിധം: യോഗ മാറ്റിൽ മുട്ടുകുത്തിയിരുന്ന് കാലുമടക്കി ഉപ്പൂറ്റിയിലിരിക്കുക. 2 കാലിൻ്റെയും തള്ളവിരൽ തൊട്ടിരിക്കണം. കാലിൻ്റെ ഉപ്പൂറ്റി രണ്ടും അകത്തി വയ്ക്കുക. 2 കാൽമുട്ടുകളും അകത്തി വെച്ച് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ നന്നായി മുമ്പിലേക്ക് നീട്ടി നിലത്തു പതിക്കുക. മുഖം യോഗ മാറ്റിൽ അമർത്തുക. 30 സെക്കൻഡ് മുതൽ 1-2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കാവുന്നതാണ്. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം വജ്രാസനത്തിൽ ഇരിക്കാം. ഭുജംഗാസനം, ഇതിന് ഇംഗ്ലീഷിൽ കോബ്ര പോസ് എന്നും പറയും. ചെയ്യേണ്ട വിധം: ആദ്യം യോഗ മാറ്റിൽ കമിഴ്ന്ന് കിടക്കുക. അതിനുശേഷം കൈകൾ രണ്ടും ഇരുവശത്തും കുത്തിവെക്കുക. കാലുകൾ രണ്ടും അടുപ്പിച്ചു വയ്ക്കുക. പിന്നീട് കാലുകൾ തറയിൽ ഉറപ്പിച്ചു വെച്ച ശേഷം കൈകളിൽ ബലം കൊടുത്ത് പതുക്കെ തല പൊക്കുക. പിന്നീട് നെഞ്ചിൻ്റെ ഭാഗവും തറയിൽ നിന്ന് പൊക്കുക. കൈകൾ രണ്ടും നല്ലതുപോലെ വിടർത്തി ശരീരത്തോട് ചേർത്ത് വയ്ക്കണം. അതിനുശേഷം നെഞ്ച് നല്ലതുപോലെ വിരിച്ചു വയ്ക്കണം. നട്ടലിൻ്റെ ഭാഗത്തേക്ക് തല നല്ലതുപോലെ പൊക്കി വയ്ക്കണം. ശ്രദ്ധിക്കേണ്ടത് തോളുകൾ സർപ്പത്തിൻ്റെ പോലെ ഉയർന്നിരിക്കണം എന്നതാണ്.
പിന്നീട് ശ്വാസം സാവധാനം എടുക്കുക. ശേഷം ശ്വാസം പതിയെ വിട്ടുകൊണ്ട് സാധാരണഗതിയിലേക്ക് വരിക. 5 പ്രാവശ്യം ഈ പോസ് ആവർത്തിക്കാവുന്നതാണ്. ശലഭാസനം, ഇംഗ്ലീഷിൽ ഇതിനെ ലോക്കസ്റ്റ് പോസ് എന്നും പറയും. ശലഭാസനത്തിൽ മാറാത്ത നടുവേദനയില്ല എന്ന് പറയപ്പെടുന്നു. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം യോഗ മാറ്റിൽ കമിഴ്ന്നു കിടക്കുക. പിന്നീട് സാവധാനം കാൽ ചേർത്ത് വെച്ച് കൈകൾ രണ്ടും നിങ്ങളുടെ 2 തുടകൾക്കും താഴെ വയ്ക്കുക. അതിനുശേഷം താടി നിലത്ത് മുട്ടിച്ച് വയ്ക്കുക. പതിയെ കാലുകൾ രണ്ടും ഒരുപോലെ ഉയർത്തി പരമാവധി കാലുകൾ രണ്ടും സ്ട്രെച്ച് ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസം കൃത്യമായി നടത്തുക. ചിത്രശലഭത്തിൻ്റെ പോലെയായിരിക്കും നമ്മുടെ ശരീരം. പിന്നീട് പതുക്കെ ആരംഭ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങുക. 5 പ്രാവശ്യം ഈ പോസ് ആവർത്തിക്കാവുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം കഴിച്ച് 4-5 മണിക്കൂറിന് ശേഷം യോഗാസനങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം.